Hello students, നമ്മൾ റിഡോക്സ് റിയാക്ഷൻ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൽ എലമെന്റ്സിനെ എഴുതുമ്പോൾ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ എഴുതുമ്പോൾ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാൻ മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ മെർക്കുറി ക്ലോറൈഡ്, അതായത് MgCl2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമ്മൾ എഴുതുന്നു വിചാരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് MgCl2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ ആ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മഗ്നീഷ്യം, നമുക്കറിയാം ഇവിടെ ക്ലോറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അല്ലെ. രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും -2 സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോ ദാറ്റ് ഈസ് മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക ദാറ്റ് ഈസ് വാട്ട് യു കോൾ +2 ആണ്. നമ്മൾ ഈ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പറയും ദാറ്റ് ഈസ് മഗ്നീഷ്യം 2 ക്ലോറൈഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ സ്റ്റോക്ക് നൊട്ടേഷനിൽ ആ കോമ്പൗണ്ടിന്റെ പേര് പറയുക. അപ്പോ ദിസ് ഇസ് വാട്ട് യു കോൾ, നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് വാട്ട് യു കോൾ മഗ്നീഷ്യം 2, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ സാധാരണ ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ദെൻ ക്ലോറൈഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ നമ്മൾ എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ എലമെന്റുകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, പ്രധാനമായിട്ടും മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷനിൽ നോക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ സ്റ്റോക്ക് നൊട്ടേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുക ഈ കോമ്പൗണ്ടുകളുടെ ഫോർമുല എഴുതാനാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതാണ്, മെർക്കുറി 2 ക്ലോറൈഡ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കോമ്പൗണ്ട്. നമുക്കറിയാം മെർക്കുറി എന്ന് പറയുന്നത് ഈസ് വാട്ട് യു കോൾ Hg എന്നുള്ളതാണ് മെർക്കുറി. ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ Cl- അയോൺസ് ആണ് ഇവിടെ ഉണ്ടാവുക, മെർക്കുറിയുടെ കൂടെ ഉണ്ടാവുക. ഈ മെർക്കുറി 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എന്നാണ് ഈ പറയുന്ന 2 ക്ലോറൈഡ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ മെർക്കുറി ഇവിടെ ഈ പറഞ്ഞ പോലെ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഓവറോൾ ദ കോമ്പൗണ്ട് ഷുഡ് ബി എന്തായിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം. ഇത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അപ്പൊ ന്യൂട്രൽ ആവണമെങ്കിൽ ഓൾജിബ്രിക് സം ഓഫ് ഓൾ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ എലമെന്റ് ഷുഡ് ബി എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇവിടെ മെർക്കുറി 2+ സ്റ്റേറ്റിലുണ്ട്. ക്ലോറിന്റെ ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം ദാറ്റ് ഈസ് വാട്ട് യു കോൾ -1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓവറോൾ 0 ആവണം എന്നുണ്ടെങ്കിൽ ഈ ക്ലോറിന്റെ നമ്പർ എത്രയായിരിക്കണം, 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് വാട്ട് യു കോൾ HgCl2 എന്നുള്ളതാണ് ഈ ഒരു കോമ്പൗണ്ട്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ ടിൻ 4 ഓക്സൈഡ് എന്നാണ് തന്നിരിക്കുക. ടിൻ ഓക്സൈഡ് ആണ്, അത് ടിൻ 4 ഓക്സൈഡ് ആണ്. അപ്പൊ നമുക്കറിയാം ടിൻ എന്ന് പറയുന്നത് ഈസ് വാട്ട് യു കോൾ Sn എന്നുള്ളതാണ്, സ്റ്റാനം എന്നുള്ളതാണ് നമ്മൾ ടിന്നിന്റെ ലാറ്റിൻ നെയിം പറയുക. സോ Sn എന്ന് പറയുന്നതാണ് ടിൻ. ആൻഡ് ഈ ടിന്ന് നമ്മൾ പറഞ്ഞത് ഈസ് വാട്ട് യു കോൾ 4+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഫൈൻ. ആൻഡ് ഇതിന്റെ കൂടെയുള്ളത് ഓക്സിജൻ ആണ്, അതായത് ഓക്സൈഡ് ആണ്. ആൻഡ് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഓക്സൈഡ്സിന്റെ കേസിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക എത്രയാണ്, -2 ആണ്. അപ്പോ ഓവറോൾ ഈ കോമ്പൗണ്ടിന്റെ ഫോർമുല അല്ലെങ്കിൽ ഈ ഓവറോൾ ചാർജ് 0 ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇവിടെ 4+ ചാർജ് ഉണ്ടെങ്കിൽ മൈനസ് ചാർജ് എത്ര വരണം, ദാറ്റ് ഷുഡ് ബി 4- ആയിരിക്കണം. 4- വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ എത്ര എണ്ണം വരണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരണം. സോ വിച്ച് മീൻസ് നമ്മൾ ഈ കോമ്പൗണ്ടിന്റെ ഫോർമുല പറയുക എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു SnO2 എന്ന് പറയുന്നതാണ് എന്ത് വരിക, ഈ ഒരു കോമ്പൗണ്ട് ടിൻ 4 ഓക്സൈഡ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, അയൺ 3 സൾഫേറ്റ് എന്നുള്ളതാണ്. അപ്പോ അയൺ 3 സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അയൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സൾഫേറ്റ് എന്ന് പറയുമ്പോൾ SO4 എന്നുള്ളതാണ് സൾഫേറ്റ് വരിക. 2- ആണ് SO4ന്റെ ഓവറോൾ ചാർജ് അല്ലെ. അപ്പോ ഇവിടെ അയൺ 3+ ആണ്, സൾഫേറ്റ് 2- ആണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഇത് ന്യൂട്രൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അയണിക് കോമ്പൗണ്ടുകളിലേക്ക് ഫോർമുല എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യുക, അതിന്റെ വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്യാണ് ചെയ്യുക അല്ലെ. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതായത് Fe എന്ന് പറയുന്നതിന് നമ്പർ 2ഉം അതുപോലെ SO4 2- എന്നുള്ളതിന്റെ നമ്പർ 3ഉമാണെങ്കിൽ നമുക്ക് പറയാം Fe2 ഉണ്ട്. അപ്പോ ടോട്ടൽ
ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അയന്റെ മാത്രം എത്ര വരുന്നത് ഇസ് ഈക്വൽ ടു +6 എന്ന് വരും. സൾഫേറ്റ് 2- ആണ്. അപ്പൊ 2- ഉള്ള 3 എണ്ണം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും -6 വരും. ഓവറോൾ നമ്മൾ സം എടുക്കുമ്പോൾ എത്രയായിരിക്കും വരിക ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് അതായത് അയൺ 2 സൾഫേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോർമുല എന്തായിരിക്കും വരിക ദാറ്റ് ഈസ് വാട്ട് യു കോൾ Fe2SO4 ട്രൈസ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി നൊട്ടേറ്റ് ചെയ്യുന്ന ഈ നൊട്ടേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. ദാറ്റ് ഈസ് നിക്കൽ 2 സൾഫേറ്റ്. പറഞ്ഞത് തന്നെയാണ്. അപ്പൊ നിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം Ni എന്നുള്ളതാണ് നിക്കൽ. നിക്കൽ 2 എന്ന് പറഞ്ഞാൽ നിക്കൽ ഈസ് ഇൻ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം SO4 എന്ത് വരും 2- ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക ഓവറോൾ. ഓക്കെ, അപ്പൊ നമ്മള് വാലൻസീസ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും നിക്കൽ Ni2SO4 ട്വൈസ് എന്ന് വരും. കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണ് NiSO4 അല്ലെങ്കിൽ നിക്കൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ക്ലിയർ? അടുത്തത് താലിയം 1 സൾഫേറ്റ്. താലിയം എന്ന് പറയുന്നത് Tl എന്ന് പറയുന്നതാണ് താലിയം. ഇവിടെ താലിയം പറഞ്ഞിരിക്കുക +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ്. സൾഫേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് യു കോൾ SO4 2- എന്നുള്ളതാണ് സൾഫേറ്റ് വരിക. അപ്പോ ഇവിടെ +1 ചാർജ് ആണ് ആർക്കുള്ളത് താലിയത്തിനുള്ളത്. മൈനസ് ചാർജ് ഇവിടെ എത്രയുണ്ട് 2- ഉണ്ട്. അപ്പൊ ഓവറോൾ ന്യൂട്രൽ ആവണം 0 ആവണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്ലസ് ചാർജിന്റെ വാല്യൂ നെഗറ്റീവ് ചാർജിന്റെ വാല്യൂ എന്തായിരിക്കണം രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെയും വാല്യൂ എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോമ്പൗണ്ട് പേര് എങ്ങനെ എഴുതുന്നത് ഈസ് വാട്ട് യു കോൾ Tl2SO4 എന്ന് നമ്മൾ എഴുതും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക വി കോൾ ഇറ്റ് ആസ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുക. ക്ലിയർ? അപ്പൊ നമ്മള് എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി പ്രത്യേകിച്ച് നമ്മൾ മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട് സ്റ്റോക്ക് നൊട്ടേഷൻ എന്നുള്ളത്. നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻസ് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫൈൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് എന്താണ് ഓക്സിഡേഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ എന്താണ്, അതുപോലെ ഇൻ ടേംസ് ഓഫ് ഈ പറഞ്ഞതുപോലെ റിഡക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞു, അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ചില റിയാക്ഷൻസ് നമുക്കറിയാം കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുപോലെ ചില റിയാക്ഷൻസിൽ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്, കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ഇനി എങ്ങനെയാണ് ഒരു പ്രോസസ്സിനെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയും ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻ എ റിയാക്ഷൻ ആണെന്ന് പറയും. അതായത് ഒരു റിയാക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ റിയാക്ടന്റ് സൈഡിൽ നിന്ന് പ്രോഡക്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷ്യസിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണെന്ന് ഓക്സിഡേഷൻ ആണെന്ന് പറയും. അതുപോലെ ദാറ്റ് ഈസ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പ്രോസസ്സിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ എന്ന് പറയുക. നമുക്ക് ഓക്സിഡേഷനെയും റിഡക്ഷനെയും നമുക്ക് ഇനി ഓക്സിഡേഷൻ നമ്പറിന്റെ ടേംസിൽ എങ്ങനെ പറയാം? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് റിഡക്ഷൻ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുക്കുന്നു വിചാരിക്കുക, ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് HCl ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റിയാക്ഷനിൽ നമ്മൾ ഏതിന് ഓക്സിഡേഷൻ ഏതിന് റിഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഹൈഡ്രജൻ എലമെന്റൽ സ്റ്റേറ്റിലായതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ വരിക? 0 എന്നാണ് വരിക. ക്ലോറിൻ എഗെയിൻ എലമെന്റൽ സ്റ്റേറ്റിലായതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. ആൻഡ് HCl എന്നുള്ളതിന് നമുക്കറിയാം ഹൈഡ്രജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, ക്ലോറിൻ എന്താണ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തു. ആൻഡ് ഇതില് നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഈ പറഞ്ഞതുപോലെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +1 കൂടുകയാണ് ചെയ്യുക അല്ലെ. അതായത് നമ്മൾ ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. സോ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട് നമ്മൾ പറയും ഓക്സിഡേഷൻ ആണ് എന്ന് പറയും. അപ്പൊ ഹൈഡ്രജൻ ആണ് ഇവിടെ സംഭവിക്കുക, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഓക്സിഡേഷൻ സംഭവിക്കുക.
ഇനി നമ്മള് ക്ലോറിൻ എന്നുള്ളതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് -1 മാറി അല്ലെ, എന്ന് വെച്ചാൽ 0യിൽ നിന്ന് -1 ഈ പറയുന്ന ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. സോ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിനെ എന്ത് വിളിക്കാൻ പറ്റും? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണെന്ന്, റിഡക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുക ആർക്കാണ്? ഈ പറഞ്ഞതുപോലെ ക്ലോറിൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മളൊരു റിയാക്ഷൻ ഇനി കണ്ടു കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ ഏതിന് ഓക്സിഡേഷൻ ഏതിന് റിഡക്ഷൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മള് ഇൻ ടേംസ് ഓഫ് ഓക്സിജൻ, ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞെങ്കിൽ പോലും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യാനായിട്ട് പോവുക ഏത് കൺസെപ്റ്റ് ആണ്? ഈ കൺസെപ്റ്റ് ആണ്. Am I clear? ഓക്കെ ആണോ? ഇനി നമ്മള് ഒരു റിയാക്ഷനില് ഒരു സബ്സ്റ്റൻസിന് ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഹൈഡ്രജന് ഓക്സിഡേഷൻ ആണ് അല്ലെ, ഒരു റിയാക്ഷനിൽ ഒരു എലമെന്റിന് ഓക്സിഡേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർ നമുക്ക് പറയാം ഈ ഹൈഡ്രജന് ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ക്ലോറിൻ എന്ത് ചെയ്യപ്പെടുക? റെഡ്യൂസ് ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൈഡ്രജൻ ഇവിടെ ക്ലോറിന്റെ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയും ദ സബ്സ്റ്റൻസ് വിച്ച് ഹെൽപ്സ് ദ റിഡക്ഷൻ ഓഫ് അതർ എലമെന്റ് ഓർ ദ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ അല്ലെ. അതായത് ഇവിടെ ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് അതെന്ത് ചെയ്യുക? ക്ലോറിന്റെ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന അല്ലെങ്കിൽ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് ഏതാണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വി കോൾ ഇറ്റ് ആസ് റെഡ്യൂസിങ് ഏജന്റ് എന്നാണ്. ക്ലിയർ? അതായത് ഒരു റിയാക്ഷനിൽ ഏത് കോമ്പൗണ്ടിനാണോ ഓക്സിഡേഷൻ നടക്കുക ഓർ ഏത് കോമ്പൗണ്ട് ആണോ വേറൊരു എലമെന്റിന്റെ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുക, സോ ആ സ്പീഷ്യസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഒരു റിയാക്ഷനിൽ ഏത് കോമ്പൗണ്ടിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത്, അതായത് ഇവിടെ ക്ലോറിൻ എന്ന് പറഞ്ഞ എലമെന്റിനാണ് എന്ത് ചെയ്യുക? റിഡക്ഷൻ സംഭവിക്കുക അല്ലെ. അപ്പൊ ഏതിനാണോ റിഡക്ഷൻ സംഭവിക്കുക ഓർ ക്ലോറിന് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് കൊണ്ടാണ് അത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ റിയാക്ഷനെ ഫേവർ ചെയ്തത് അല്ലെ. അപ്പോ ഏത് കോമ്പൗണ്ടിനാണോ റിഡക്ഷൻ സംഭവിക്കുക ഓർ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് അതർ എലമെന്റ്, അങ്ങനെയുള്ള സ്പീഷ്യസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഓക്കെ, നമ്മള് ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സ്പീഷ്യസിന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് മറ്റൊരു എലമെന്റിന്റെ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് റെഡ്യൂസിങ് ഏജന്റ്. അതുപോലെ ഏതെങ്കിലും ഒരു സ്പീഷ്യസിന് റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് ദ അതർ എലമെന്റ്. സോ അതിന് നമ്മൾ എന്ത് വിളിക്കും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ ഏജന്റ് ദാറ്റ് ഇൻക്രീസസ് ദ ഓക്സിഡേഷൻ നമ്പർ, ദാറ്റ് ഈസ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ of an other element is given substance is called what? Oxidizing agent. അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് it is known as what? Oxidant എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് and the reagent which lowers the oxidation number of the other element, അതിനെയാണ്, അതായത് റിഡക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? we call it as reducing agent അല്ലെങ്കിൽ റിഡക്റ്റന്റ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് മനസ്സിലാക്കുക. അതുപോലെ എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്, എന്താണ് റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, ഏതിനാണോ ഓക്സിഡേഷൻ നടക്കുക അതിന് നമുക്ക് എന്ത് വിളിക്കാം? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. ഏതിനാണോ റിഡക്ഷൻ സംഭവിക്കുക അതിന് നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഇതാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് കൺസെപ്റ്റ് എന്നുള്ളത്. ക്ലിയർ? നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ ഓക്സിഡേഷൻ റിഡക്ഷൻ പറയുക, എങ്ങനെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് പറയുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഹോപ്പ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജന്റ് എന്താണ് എന്നുള്ളത് മിക്കവാറും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ബോർഡ് ലെവൽ എക്സാമിനേഷൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. നമ്മുടെ NCERT-ലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജന്റ്. മിക്കവാറും നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ. അതായത് there are some redox reactions are given. ഇതിൽ ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ,
അപ്പൊ നമ്മൾ ഓരോ റിയാക്ഷനായിട്ട് വരാം. ഫസ്റ്റ് വൺ നോക്കി നിങ്ങൾ CuO എന്ന് പറയുന്ന ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. Cu എസ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ H2O ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് എ റിയാക്ഷൻ. CuO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് റിയാക്ടിങ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം വാട്ട് Cu കോപ്പർ ആയിട്ട് മാറുന്നു ആൻഡ് H2O വാട്ടർ ആയിട്ട് മാറും. ദിസ് ഇസ് എ റിയാക്ഷൻ. നമ്മൾ ആദ്യം ഇതിനകത്തുള്ള ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. നമുക്കറിയാം കോപ്പർ ഓക്സിജൻ -2 ആണ്. കോപ്പർ ഈസ് എന്തായിരിക്കും വരിക +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹൈഡ്രജൻ ഇവിടെ എലമെന്റൽ സ്റ്റേറ്റിലായതുകൊണ്ട് ദാറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്താണ് 0 ആണ്. കോപ്പർ ഇവിടെ എലമെന്റൽ സ്റ്റേറ്റിലായതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക ഓക്സിഡേഷൻ നമ്പർ 0 എന്ന് വരും. വാട്ടറിൽ ഓക്സിജൻ -2 ഹൈഡ്രജൻ +1. ഇതാണ് നമ്മൾ ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ നമ്പർ. ഇനി പറയൂ ഏതിന് ഓക്സിഡേഷൻ ഏതിന് റിഡക്ഷൻ? ഇതാ ഇവിടെ കോപ്പർ 2+ നിന്ന് 0 മാറുന്നു അല്ലെ എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ എന്താ ചെയ്യുക കുറയുന്നു. 2 + 0 ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? CuO ക്കാണ്. ഇനി ഹൈഡ്രജൻ നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഇവിടെ 0 നിന്ന് +1 മാറുക അല്ലെ 0 to +1 എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്താണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്താണെന്ന് ഓക്സിഡേഷൻ ആണ്. അപ്പൊ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ദാറ്റ് ഈസ് വാട്ട് CuO ക്കാണ്. ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? ഹൈഡ്രജൻ ആണ്. ഏത് കോമ്പൗണ്ടിനാണോ റിഡക്ഷൻ സംഭവിക്കുക നമ്മൾ പറയും അതിനെയാണ് എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ ഈ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? CuO കുപ്രസ് ഓക്സൈഡ്. കുപ്രിക് ഓക്സൈഡ്. ദെൻ ഓക്സിഡേഷൻ നടന്നത് ഹൈഡ്രജൻ ആണ്. സോ ഹൈഡ്രജന് ഓക്സിഡേഷൻ നടന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ റെഡ്യൂസിങ് ഏജന്റ് ആണ് ഈ റിയാക്ഷനിൽ എന്ന് പറയാനായിട്ട് പറ്റും. സോ ഈ രീതിയിലാണ് നമ്മൾ ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് Fe2O3 എന്ന് പറയുന്നത് CO കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് വിൽ ഫോം Fe. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ദിസ് ഇസ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനുള്ളിൽ ഏത് സ്പീഷ്യസിനാണ് ഓക്സിഡേഷൻ ഏതിനാണ് റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കുക. അതിന് ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതുക. അപ്പൊ ഇവിടെ ഇപ്പോ Fe2O3 എന്ന് പറയുമ്പോൾ ഓക്സിജൻ എത്രയാ വരിക? -2. -6 ഉണ്ട്. -6 എന്ന് പറയുന്നത് 2 അയനാണ് കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പൊ ഒരു അയന്റെ ചാർജ് എത്രയായിരിക്കും വരിക? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. CO എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഇവിടെ -2 ആണ്. കാർബൺ എന്താണ് വരിക? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അയൺ എലമെന്റൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് 0 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജൻ -2 ആണ്. അപ്പൊ -4 ഉണ്ട്. കാർബൺ അപ്പൊ എന്തായിരിക്കും വരിക? +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ? ഇനി നോക്കുക അയൺ +3 നിന്ന് 0 മാറി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞുവെങ്കിൽ നമുക്ക് പറയാം ഈ Fe2O3 സംഭവിച്ചത് എന്താണെന്ന്? റിഡക്ഷൻ ആണെന്ന് പറയാം. റിഡക്ഷൻ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 നിന്ന് +4 മാറി അല്ലെ. അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? കൂടി എന്ന് നമുക്ക് പറയാം. 2 to 4 ഓക്സിഡേഷൻ നമ്പർ കൂടിയെങ്കിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ CO എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ഈ റിയാക്ഷനിൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? Fe2O3. റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ക്ലിയർ? Then go to the next question, that is BCl3 എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്. It is reacting with lithium aluminum hydride, that is LiAlH4, lithium aluminum hydride, gives B2H6. B2H6 is diboride എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആണ്. പ്ലസ് LiCl പ്ലസ് AlCl3. This is a reaction. Okay. ഇവിടെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ എന്താണ് റിഡക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക.
സോ അതിന് ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. സോ ക്ലോറിൻ -1, സോ -3, ബോറോൺ ഒപ്പം എന്തായിരിക്കും വരിക +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡില് ലിഥിയം +1 ആണ്, കാരണം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട്. ഹൈഡ്രജൻ ലിഥിയവുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു, അതായത് മെറ്റലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മെറ്റൽ ഹൈഡ്രൈഡ് ആണെന്നുള്ളത് കൊണ്ട് ഹൈഡ്രജൻ എന്താണ് വരിക -1. അപ്പോ -4 + 1 എത്ര വരും -3. കോമ്പൻസേറ്റ് ചെയ്യാൻ ഓവറോൾ 0 വരാൻ അലൂമിനിയം എത്രയായിരിക്കും വരിക, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ? ആൻഡ് ഇവിടെ B2H6 ഹൈഡ്രജൻ +1 ആണ്, അപ്പോ +6 വരും. 2 ബോറോണിനും കൂടി -6 ഉണ്ടാവും. ഒരു ബോറോണിന്റെ ചാർജ് അപ്പൊ എത്രയായിരിക്കും വരിക -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി ലിഥിയം ക്ലോറൈഡ് LiCl ക്ലോറിൻ -1 ആണ്, ലിഥിയം ഈസ് ഇൻ +1. AlCl3 ക്ലോറിൻ -1 -3 അലൂമിനിയം എത്രയായിരിക്കും വരിക +3. So this is what we call the oxidation state of the elements. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏതിന് ഓക്സിഡേഷൻ ഏതിന് റിഡക്ഷൻ നോക്കിയേ. അതായത് ബോറോൺ BCl3 ബോറോൺ +3 നിന്ന് -3 മാറി അല്ലെ, B2H6 ആയപ്പോ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് വി കോൾ എന്താണ്, റിഡക്ഷൻ സംഭവിച്ചു. അപ്പൊ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്, BCl3. റിഡക്ഷൻ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഏതാണ് വരിക, ദാറ്റ് ഈസ് വാട്ട് വി കോൾ BCl3. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡില് -1 സ്റ്റേറ്റിലാണ്, B2H6 ഡൈബോറൈനില് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ -1 നിന്ന് +1 ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹൈഡ്രജന് സംഭവിച്ചത് എന്താണെന്ന് പറയാം, ഓക്സിഡേഷൻ ആണെന്ന് പറയാം. ഓക്സിഡേഷൻ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് അതായത് LiAlH4 എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമ്പൗണ്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആണോ റെഡ്യൂസിങ് ഏജന്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. Am I clear? ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.